നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ചോറ്റാനിക്കരയിൽ മകം തൊഴാൻ വൻ ഭക്തജന തിരക്ക്. രാവിലെ 5:30 ഓണക്കുറ്റിച്ചിറയിലെ ആറാട്ടും ഇറക്കിപ്പൂജയോടും കൂടിയാണ് മകം തൊഴൽ ചടങ്ങുകൾക്ക് തുടക്കമായത്. ഇപ്പോൾ മകം തൊഴൽ ആരംഭിച്ചിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രാത്രി 10:30 വരെ ഈ മകം തൊഴൽ നീളും. ഈ സമയം ഭക്തർക്ക് സർവാഭരണ വിഭൂഷിതയായ ദേവിയെ ദർശിക്കാം. ചോറ്റാനിക്കരയിൽ നിന്ന് നവമി ദിനേശ് തത്സമയം ചേരും. ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ ചരിത്രവും വിവരങ്ങളുമായി സുവി വിശ്വനാഥനും നമുക്കൊപ്പം ചേരും. ആദ്യം നവമിയിലേക്കാണ്. നവമി, കൃത്യം 2 മണിക്ക് തന്നെ മകം തൊഴൽ ആരംഭിക്കും എന്നാണ് അറിയുന്നത്. ഇപ്പോൾ കൃത്യം 2 മണിയായിരിക്കുന്നു. നട തുറന്നു. ദേവീ ദർശനം ഭക്തർക്ക് സാധ്യമായോ? തീർച്ചയായും ഭവ്യ, പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് 2 മണിക്ക്, കൃത്യം 2 മണിക്ക് തന്നെ മകം തൊഴലിനായി ദേവിയുടെ നട തുറന്നു കഴിഞ്ഞു. ഭക്തരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ചുറ്റും കാണുന്ന ഈ ഒരു നീണ്ട നിര, ദേവിയെ കാണാൻ ഇന്നലെ മുതൽ തന്നെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഉച്ച മുതൽ തന്നെ വന്ന് ക്യൂവിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കാരണം എത്രയും വേഗം തുടങ്ങുമ്പോൾ തന്നെ ദേവിയെ കണ്ട് ആ ഒരു ഭക്തി, ദേവിക്ക് മുന്നിൽ ദേവീനെ പ്രാർത്ഥിച്ച് തങ്ങളുടെ ആരോഗ്യത്തിനും ഒപ്പം തന്നെ കുടുംബജീവിതത്തിനും അല്ലെങ്കിൽ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നതിന് വേണ്ടി അങ്ങനെ പല ആഗ്രഹങ്ങളും പല വിശ്വാസങ്ങളുമായി ഇവിടെ എത്തിയവരുണ്ട്. തൻ്റെ ദുഃഖങ്ങളെല്ലാം ദേവിക്ക് മുന്നിൽ പറഞ്ഞ് തീർക്കുന്നതിന് വേണ്ടി ആദ്യമേ തന്നെ എല്ലാവരും ഇവിടെ എത്തി ഇടം പിടിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസമനുസരിച്ച്, ഈ ചോറ്റാനിക്കര ദേവിയുടെ വിശ്വാസമനുസരിച്ച് മകം തൊഴലിന് വന്ന് തങ്ങളുടെ ദുഃഖങ്ങൾ ദേവിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മകം തൊഴലിന് മുൻപായി ആ പ്രശ്നം, ആ ഒരു ദുഃഖം മാറിക്കിട്ടും, തങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വന്നു ചേരുമെന്നതാണ് ഇവിടുത്തെ വിശ്വാസം. അങ്ങനെ ആ വിശ്വാസം ഫലിച്ചവർ തന്നെയായിരിക്കും ഇവിടെ എല്ലാ വർഷവും ആവർത്തിച്ച് വരുന്നതും. ഇത്രയും വലിയ ചൂടിനെയും ഇത്രയും വലിയ നീണ്ട ക്യൂവിനെയൊക്കെ യാതൊരു പ്രശ്നവുമില്ലാതെ തന്നെ ഇവിടെ എത്തി ദേവിയെ കാണുന്നതിനുള്ള കാരണം അത് തന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നതും. ഏകദേശം 1 ലക്ഷത്തിലധികം ആളുകളെയാണ് ഇവിടെ ഇത്തവണത്തേക്ക് ദേവസ്വം വകുപ്പ് പ്രതീക്ഷിക്കുന്നതും. നമ്മളും അത് തന്നെയാണ് ഇവിടെ കാണുന്നതും. കാരണം സ്ത്രീകളും പുരുഷന്മാരും അടക്കം നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറേ നടയിലൂടെയാണ് പ്രധാനപ്പെട്ട പ്രവേശനം ഒരുക്കിയിരിക്കുന്നത്. പടിഞ്ഞാറേ നടയിലൂടെ അകത്തേക്ക് കടന്ന് ഒരു വലം വെച്ചായിരിക്കും ദേവിയുടെ ഉള്ളിലേക്ക്, ദേവിയെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ദർശനത്തിന് അമ്പലത്തിന്റെ നടയ്ക്ക് ഉള്ളിലേക്ക് കടക്കുക. അധിക സമയം തന്നെ നിർത്തില്ല. കാരണം ഇത്രയും അധികം തിരക്കുകൾ ഉള്ളതുകൊണ്ട് വേഗം തന്നെ ദേവിയെ തൊഴുതതിനു ശേഷം ഇവരെ മറ്റൊരു വഴിയിലൂടെ വടക്കേ ഭാഗത്തിലൂടെയും പുറത്തേക്ക് വിടുകയും ചെയ്യും. 2 മണി മുതൽ 10:30 വരെയാണ് സാധാരണ എല്ലാ വർഷവും മകം തൊഴലിനുള്ള സമയം ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തവണ ആൾക്കാരുടെ, അതായത് ഭക്തജനങ്ങളുടെ എണ്ണം കൂടിയതുകൊണ്ട് തന്നെ 11:30 വരെയാണ് ഇത്തവണത്തെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 11:30 വരെ ആണ് അത്. പക്ഷേ അതിൽ നിന്ന് നീളാനും ഒരു സാധ്യതയുണ്ട്. വരുന്ന എല്ലാ ഭക്തരെയും ദേവിയെ കണ്ട് ദേവിയുടെ അനുഗ്രഹം വാങ്ങി തന്നെയായിരിക്കും ഇവിടെ നിന്ന് പുറത്തേക്ക് വിടുക എന്നുള്ളത് തന്നെയാണ് ദേവസ്വം ബോർഡും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വൈകിയാലും ഒരു ഭക്തരെ പോലും നിരാശരായി മടക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കി കഴിഞ്ഞു. ബാരിക്കേഡുകൾക്കുള്ളിലൂടെ മാത്രമായിരിക്കും ഉള്ളിലേക്ക് കടക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. ഏകദേശം ഇവരുടെ ഒരു നിരീക്ഷണം ഇവരുടെ മേൽ എല്ലാവരും ഉണ്ടാകും. എല്ലാവർക്കും അത്തരത്തിൽ വലിയൊരു ക്രമീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഭക്തരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വിശ്വാസം അനുസരിച്ച് ചില മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉള്ളവർക്ക് പോലും ഇവിടെ വന്ന് ദേവിയെ ഇന്നത്തെ ദിവസം പ്രാർത്ഥിച്ചാൽ നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന തരത്തിൽ അങ്ങനെ പല വിശ്വാസങ്ങളിലൂടെയാണ് എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ ചൂടാണ്. വലിയ ഈ ഒരു ഉച്ച സമയം, 2 മണി സമയം എന്ന് പറഞ്ഞാൽ വലിയ വെയിലാണ്. അതിനെ പോലും ഒക്കെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ആളുകളെല്ലാം നാമജപം, ദേവി നാരായണ എന്നുള്ളൊരു നാമജപം ഉച്ചരിച്ചുകൊണ്ട് ഇവിടെ ദേവിയെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. എല്ലാ വർഷവും വരാറുണ്ടോ? ആദ്യമായിട്ട് വന്ന ഈ ഒരു ചൂടൊക്കെ പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ എത്ര നേരമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്? വെളുപ്പിന് തൊട്ടേക്ക് ഇന്നലെ ഉച്ചയ്ക്ക് വന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് വന്നത്. എവിടെയാ വീട്?
ഹരിപ്പാട്. എല്ലാ വർഷവും വരാറുണ്ട്. ഞങ്ങൾക്ക് ദേവിയെ കണ്ട് എത്ര ഞങ്ങൾക്ക് കഷ്ടപ്പാടാണെങ്കിലും ചൂടാണെങ്കിലും ഞങ്ങൾക്ക് ദേവിയെ കണ്ട് തൊഴുത് ഞങ്ങൾക്ക് ദേവി അതിനുള്ള അനുഗ്രഹങ്ങളും തരുന്നുണ്ട്. എല്ലാ വർഷവും ദേവി വരാനുള്ള അനുഗ്രഹം തരണേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ മടങ്ങുന്നത്. ദേവിയിൽ നല്ല വിശ്വാസമുണ്ട്. 2017 മുതൽ ദേവിയിൽ ആശ്രയിച്ചതാണ്. ദേവിയാണ് എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത്. ആദ്യമായിട്ടാണോ വരുന്നത്? അല്ല, എത്ര വർഷമായി വരുന്നുണ്ട്? 3 വർഷമായി മോൻ തൊഴാൻ തുടങ്ങി. എല്ലാ വർഷവും വരാറുണ്ട്. പാലക്കാട് ഫാമിലിയാണ്. പാലക്കാട് നിന്നൊക്കെ ദേവിയെ കാണാൻ ഇവിടെ എല്ലാ വർഷവും വരാറുണ്ട്. വളരെ വിശ്വാസമാണ്. രാവിലെ വന്നു. അപ്പൊ എത്ര നേരം രാവിലെ സർവാഭരണ വിഭൂഷിതയായി ദേവി വിശ്വമംഗലം സ്വാമിക്ക് വിശ്വരൂപ ദർശനം നൽകിയ പുണ്യദിനത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ചോറ്റാനിക്കരയിൽ മകം തൊഴൽ എല്ലാ വർഷവും നടത്തി വരാറുള്ളത്. ഇത്തവണ വലിയ നീണ്ട ക്യൂവാണ് ചോറ്റാനിക്കരയിൽ അനുഭവപ്പെടുന്നത്. കൃത്യം 2 മണിക്ക് തന്നെ മകം തൊഴൽ ആരംഭിച്ചിരിക്കുന്നു. നട തുറന്ന ഭക്തർക്ക് ദർശനം നൽകി തുടങ്ങിയിരിക്കുകയാണ്. ദേവി വലിയ തിരക്കാണ് ചോറ്റാനിക്കര അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നവമി അവിടെ നിന്ന് തന്നെയാണ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥനും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുവി, അവിടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, ഇന്നലെ ഉച്ചയോടുകൂടി പോലും തങ്ങളുടെ ഇരിപ്പിടം അല്ലെങ്കിൽ തങ്ങൾ ക്യൂവിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഭക്തർ. അത്രമാത്രം തിരക്കുണ്ടാകും. വിശ്വപ്രസിദ്ധമാണ് മകം തൊഴൽ. പ്രത്യേകിച്ചും ചോറ്റാനിക്കരയിൽ ഏറ്റവും പ്രസിദ്ധമായൊരു ചടങ്ങ് എന്ന് പറയുന്നത് ഈ മകം തൊഴൽ തന്നെയായിരിക്കും. ഒരുപാട് നാള് സുവിയും ഈ മകം തൊഴലിന് അവിടെ ഉണ്ടായിരുന്നു, റിപ്പോർട്ടിംഗ് ചെയ്ത ഒരാളാണ്. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് മകം തൊഴൽ എന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളും കൂടിയാണ് സുവി. ഭവ്യ മന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമാണ് ഇപ്പോൾ ചോറ്റാനിക്കര ദേവീക്ഷേത്രം. പ്രാർത്ഥനകളാണ് അവിടെ നിന്ന് ഉയരുന്നത്. അമ്മേ നാരായണ, ദേവി നാരായണ എന്ന മന്ത്രം മാത്രമാണ് ചോറ്റാനിക്കരയിൽ നിന്ന് ഉയരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു വലിയ നീണ്ട ക്യൂ, ഭക്തരുടെ ഒരു വലിയ നീണ്ട ക്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് രാത്രി 10:30 വരെയാണ് ഇവർക്ക് ദർശനത്തിനുള്ള സമയം നൽകിയിരിക്കുന്നത്. എന്നാലും ഏറ്റവും ഒടുവിലത്തെ ഭക്തനെ കൂടെ കടത്തിവിട്ട ശേഷമായിരിക്കും നട അടയ്ക്കുക എന്നാണ് ദേവസ്വം പ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ തിരക്കാണ് ചോറ്റാനിക്കരയിൽ അനുഭവപ്പെടുന്നത്. മന്ത്രോച്ചാരണങ്ങൾ അവിടെ നിന്ന് ഉയർന്നു കേൾക്കാം. വലിയ ഭക്തിയോടുകൂടി ദേവിയെ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷങ്ങൾ. ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾ ഇന്ന് ഇവിടെ എത്തിച്ചേരും എന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ കുംഭമാസത്തിലെ മകം എന്ന് പറയുന്നത്. മകം തൊഴലാണ് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസം. അന്ന് മകം എഴുന്നള്ളിപ്പോടുകൂടിയാണ് ഈ ചടങ്ങുകൾ തുടങ്ങുക. ഇപ്പോൾ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, വില്വമംഗലം സ്വാമിയാർക്ക് സർവാഭരണ വിഭൂഷിതയായി ചോറ്റാനിക്കര ദേവി പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് മകം തൊഴൽ. അതിൻ്റെ ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് മകം തൊഴൽ ചടങ്ങ് നടക്കുന്നത്. ആകാശത്തുകൂടെ സഞ്ചരിക്കുകയായിരുന്ന വില്വമംഗലം സ്വാമിയാർക്ക് ഒരിക്കൽ ഈ പ്രദേശത്തെത്തിയപ്പോൾ, ചോറ്റാനിക്കര ഭാഗത്ത് എത്തിയപ്പോൾ അവിടെ വെച്ച് ഒരു തേജസ് കാണുവാൻ സാധിച്ചു. അത് ഈ അവിടെയുള്ള കുളത്തിലെ ദേവി വിഗ്രഹമായിരുന്നു. ആ വിഗ്രഹം വില്വമംഗലം സ്വാമിയാർ മേൽക്കാവിൽ പ്രതിഷ്ഠിക്കുകയും അങ്ങനെ ദേവിയുടെ ചൈതന്യം രുദ്രഭാവത്തിലായിരുന്നു അതുവരെ ചോറ്റാനിക്കരയിൽ ദേവി ഉണ്ടായിരുന്നത്. അതിനുശേഷം ആ രുദ്രഭാവം വെടിഞ്ഞ് സാധാരണ ഭക്തജനങ്ങൾക്ക് മുമ്പിൽ സാത്വിക ഭാവത്തിലെത്തുന്ന ഒരു ദേവി ചൈതന്യത്തിലേക്ക് മാറുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഏതായാലും വില്വമംഗലം സ്വാമിയാർക്ക് അന്ന് ദേവി സ്വപ്നത്തിൽ ദർശനം നൽകി എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈ തങ്കഗോളക, താമരമാലയെല്ലാം അണിഞ്ഞുകൊണ്ടാണ് ചോറ്റാനിക്കര ദേവി അവിടെ ദർശനം
അവിടെ വില്വമംഗലം സ്വാമിയാർക്ക് മുമ്പിൽ എത്തിയത്. ആ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് മകം തൊഴൽ. ആ ഒരു ഓർമ്മയുടെ ഭാഗമായിട്ട് വില്വമംഗലം സ്വാമിയാർക്ക് അതിനുശേഷം എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായി. എല്ലാ ഭക്തജനങ്ങൾക്കും ഈ മകം തൊഴൽ ദിവസം എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ദേവി ചൊരിയുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ചും വിവാഹിതരായ സ്ത്രീകൾ ദീർഘ സുമംഗലിയാകുന്നതിനും ഒപ്പം തന്നെ വിവാഹം നടക്കാത്തവർ വിവാഹം നടക്കുന്നതിന് വേണ്ടിയുമാണ് ഈ ചോറ്റാനിക്കര മകം തൊഴലിനായി എത്തുന്നത്. ഇന്നലെ മുതൽ തന്നെ ഈ ചോറ്റാനിക്കര മകം തൊഴലിന് വേണ്ടി അമ്മയെ ദർശിക്കുന്നതിന് വേണ്ടി നീണ്ട ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ മുതൽ തന്നെ ക്യൂവിൽ ഇടം പിടിക്കാൻ നിരവധി സ്ത്രീകൾ, വിവിധ ദേശങ്ങളിൽ നിന്ന് നിരവധി സ്ത്രീകളാണ് ചോറ്റാനിക്കരയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നവമി ചോദിച്ചവരെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ മുതൽ എത്തിയതാണ്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും അത്രത്തോളം വിശേഷപ്പെട്ടതാണ് ഈ ദിവസം. പ്രത്യേകിച്ചും സ്ത്രീകൾ ഈ ദിവസം തൊഴുകുക എന്ന് പറഞ്ഞാൽ മംഗമാർക്കാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എന്നാണ് പറയുന്നത്. ഉച്ച കഴിഞ്ഞ് വേഗത്തിൽ നട അടയ്ക്കും. 2 മണി കഴിഞ്ഞ് നട തുറക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും ഇപ്പോൾ മകം തൊഴൽ ആരംഭിച്ചിരിക്കുകയാണ്. സർവാഭരണ വിഭൂഷിതയായി ദേവി ഭക്തർക്ക് ദർശനം നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും എല്ലാം തന്നെ ഇന്ന് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ശീവേലി, 7 ആനകളെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ശീവേലി, ഒപ്പം തന്നെ മേൽക്കാവിലും കീഴ്ക്കാവിലും പ്രത്യേകം പൂജകൾ ഇവയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇപ്പോൾ മകം തൊഴലിന് വേണ്ടി നട തുറന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ തങ്കഗോളക അണിഞ്ഞ് താമരമാല അണിഞ്ഞ് ആഭരണങ്ങളും പട്ടുടയാളുകളും ധരിച്ചുകൊണ്ടാണ് ദേവി ഇന്ന് ഭക്തർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ്. വർഷത്തിൽ ഈ ഒരു ദിവസമാണ് ഏറ്റവും ഈ തങ്കഗോളക അണിഞ്ഞുകൊണ്ട് ദേവിയെ കാണാൻ സാധിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ചോറ്റാനിക്കരയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഭക്തജനങ്ങൾ ദേവിയെ ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. പുണ്യം നേരിട്ട് ഏറ്റുവാങ്ങുന്നു എന്നാണ് പലരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇന്ന് രാത്രി 10:30 വരെയാണ് ഭക്തർക്ക് ദർശനം അനുവദിക്കുക. രാവിലെ ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങി 10:30 വരെ. ഏറ്റവും അവസാനത്തെ ഭക്തയെ കൂടെ കടത്തിവിട്ടതിന് ശേഷമായിരിക്കും നട അടയ്ക്കുക എന്ന് ദേവസ്വം ഭാരവാഹികൾ വ്യക്തമാക്കുകയും ചെയ്തു. ചോറ്റാനിക്കരയിലേക്ക് ഭക്തരാണ് ചോറ്റാനിക്കരയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഞാൻ സുബിയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ നവമിയിലേക്ക് എത്താം. സുബി വിശ്വനാഥൻ തുടരുന്നുണ്ട്. സുബി, അവസാനത്തെ ഭക്തൻ പോലും ദർശനം കിട്ടിയ ശേഷം മാത്രമേ നടയടയ്ക്കുകയുള്ളൂ എന്ന് അധികൃതർ കൃത്യമായി പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ എല്ലാ ഭക്തർക്കും ദർശനം സുഗമമാക്കുന്ന രീതിയിൽ ഏർപ്പെടുത്താനുള്ള ക്രമീകരണങ്ങൾ ഏത് തരത്തിലാണ് ഏർപ്പെടുത്തിയത്? എന്താണ് അതിൻ്റെ ഒരു വിശദാംശം? ഭവ്യ, രാവിലെ 5:30 ഓണക്കുറ്റിച്ചിറയിൽ ആറാട്ടും ഇറക്കിപ്പൂജയോടും കൂടിയാണ് മകം തൊഴൽ ചടങ്ങിന് തുടക്കമായത്. പടിഞ്ഞാറേ നടയിലൂടെ സ്ത്രീകളെയും പുരുഷന്മാരെയും കുടുംബമായി എത്തുന്നവരെയും വടക്കേ പൂരപ്പറമ്പിലൂടെയുമാണ് കടത്തിവിടുന്നത്. ഈ 2 ഭാഗങ്ങളിലും വലിയ നീണ്ട ക്യൂ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ മുതൽ തന്നെ ഈ ക്യൂവിൽ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇന്നലെ തന്നെ സ്ഥാനം പിടിക്കാൻ ആളുകൾ എത്തിയിരുന്നു. പ്രത്യേകിച്ചും ദൂരദേശങ്ങളിൽ നിന്നുള്ളവർ എത്തിയിരുന്നു. ഒപ്പം ഇവിടെ എത്തുന്ന ഭക്തർക്ക് വിശ്രമത്തിനും മറ്റും വേണ്ട സഹായങ്ങളെല്ലാം തന്നെ ദേവസ്വത്തിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വലിയ നീണ്ട ക്യൂ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തീർച്ചയായും ഞാൻ സുബിയിലേക്ക് എത്താം. ഇപ്പോൾ നവമി കൂടി തത്സമയം ചോറ്റാനിക്കരയിൽ നിന്ന് ചേരുന്നുണ്ട്. നവമി, വലിയ ക്യൂ ആണ് ഉള്ളത്. നമ്മളോട് നേരത്തെ പ്രതികരിച്ച ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ മുതൽ ക്യൂവിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ദേവിയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഈ ലക്ഷങ്ങളൊക്കെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. അപ്പോൾ അവസാന ഭക്തനെ പോലും ദേവിയെ സുഗമമായി ദർശിച്ച് പോകാനുള്ള സൗകര്യം അവിടെ ഉണ്ട് എന്ന് നമുക്ക് കരുതാം. അല്ലെ, അതിനുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ് നവമി ഇപ്പോൾ ചോറ്റാനിക്കരയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ചോറ്റാനിക്കര അപ്പോൾ സംവിധായകൻ ഷാജി കൈലാസ് സാറാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം ആദ്യമായിട്ടാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. പക്ഷേ
ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ പ്രസിദ്ധമായ മകം തൊഴൽ ചടങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് കൃത്യം 2 മണിക്കാണ് മകം തൊഴൽ ദർശനത്തിനായി ക്ഷേത്രനട തുറന്നത്. രാത്രി 10:30 വരെ ഭക്തർക്ക് ദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിശേഷപ്പെട്ട തങ്ക ഗോളകയും ആഭരണങ്ങളും പട്ടുടയാടകളും താമരമാലയും അണിഞ്ഞ് സർവാഭരണ വിഭൂഷിതയായി നെയ്വിളക്കിന്റെ കാന്തിയിൽ ദേവി ഭക്തലക്ഷങ്ങൾക്ക് ദർശനം നൽകുന്ന ദിവസമാണ് മകം തൊഴൽ. ഇതിനായി 10,000-കണക്കിന് ഭക്തരാണ് ചോറ്റാനിക്കരയിലെത്തുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഭക്തർ ക്യൂവിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ദർശനത്തിനെത്തുന്ന സ്ത്രീകളെ, പ്രത്യേകിച്ചും പടിഞ്ഞാറെ നടയിലൂടെയും പുരുഷന്മാരെയും കുടുംബമായി എത്തുന്നവരെ വടക്കേ പൂരപ്പറമ്പിലൂടെയുമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുക. കൃത്യം 2 മണിക്ക് തന്നെ മകം തൊഴാൻ ദേവിയുടെ നട തുറന്നിരിക്കുകയാണ്. സുവി വിശ്വനാഥൻ ന്യൂസ് ഡെസ്കിൽ നിന്നും തുടരുന്നുണ്ട്. സുവി, നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ക്രമീകരണങ്ങളെക്കുറിച്ചായിരുന്നു. സുവിക്ക് തുടരാം. വലിയ ക്രമീകരണങ്ങളാണ് ചോറ്റാനിക്കര മകം തൊഴലിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടത്തിവരാറുള്ളത്. വലിയ ക്യൂവും സംവിധാനങ്ങളും ഉണ്ടാകാറുണ്ട്. ഒപ്പം തന്നെ തലേദിവസം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, തലേദിവസം മുതൽ തന്നെ ഭക്തജനങ്ങൾ ഇവിടേക്ക് വരുന്നൊരു കാഴ്ച ഉണ്ടാകാറുണ്ട്. അവർക്ക് വേണ്ട വെള്ളം, ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ ക്യൂവിനിടയിൽ വിതരണം ചെയ്യാൻ അധികൃതർ ശ്രദ്ധിക്കാറുണ്ട്. ഒപ്പം തലകറങ്ങി വീഴുന്ന അല്ലെങ്കിൽ രോഗബാധിതരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സൗകര്യങ്ങളും ദേവസ്വം അധികൃതർ ഒരുക്കാറുണ്ട്. ഇന്നും എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയാണ് ഈ മകം തൊഴൽ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ എത്തിയ ഭക്തരുണ്ടായിരുന്നു. രാവിലെ 5:30 കൂടിയാണ് ഈ മകം തൊഴൽ ചടങ്ങിന് തുടക്കമായത്. ഓണക്കുറ്റിച്ചിറയിൽ ആറാട്ടും ഇറക്കി പൂജയും നടന്നു. അതോടുകൂടിയാണ് മകം തൊഴൽ ചടങ്ങുകൾ തുടങ്ങിയത്. ആറാട്ടുകടവിൽ പറ സ്വീകരിച്ച ശേഷം ഭഗവതിയുടെ എഴുന്നള്ളിപ്പുണ്ടായിരുന്നു, ശീവേലിയുമുണ്ടായിരുന്നു. ചോറ്റാനിക്കര NSS കരയോഗത്തിന് മുന്നിലും പറ സ്വീകരിച്ചിരുന്നു. തുടർന്ന് 7 ആനകൾ നിലനിൽക്കുന്ന എഴുന്നള്ളിപ്പായിരുന്നു. ഈ ശീവേലിയോടുകൂടിയാണ് ചടങ്ങുകൾ തുടങ്ങുക. ചോറ്റാനിക്കര മുരളീധര മാരാരുടെ പ്രമാണത്തിൽ പാണ്ടിമേളവും നടന്നു. തുടർന്ന് ഉദയനാപുരം CS ഉദയകുമാറിന്റെയും സംഘത്തിന്റെയും സ്പെഷ്യൽ നാഗസ്വരം ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയാണ് ഈ സ്പെഷ്യൽ നാഗസ്വരം നടന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ മകം തൊഴലിന് വേണ്ടി നട തുറന്നിരിക്കുന്നത്. 10,000-കണക്കിന് സ്ത്രീജനങ്ങൾ, ഭക്തരാണ് ഈ മകം തൊഴലിന് വേണ്ടി ചോറ്റാനിക്കരയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നേ ദിവസം പ്രത്യേകിച്ചും ചോറ്റാനിക്കര ദേവിയോട് പ്രാർത്ഥിച്ചാൽ എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറിപ്പോകും എന്നാണ് വിശ്വാസം. സാമ്പത്തികമായി പ്രയാസം നേരിടുന്നവർ, ഒപ്പം തന്നെ രോഗപീഠ അനുഭവിക്കുന്നവർ, വിവാഹം മുടങ്ങി നിൽക്കുന്നവർ, ഇങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കുമായി ഇന്നേ ദിവസം ദേവിയോട് പ്രാർത്ഥിച്ചാൽ അടുത്ത വർഷം ഈ ചോറ്റാനിക്കര മകം തൊഴലിന് മുമ്പ് ആ കാര്യങ്ങളെല്ലാം സാധിക്കും എന്നാണ് വിശ്വാസം. പ്രത്യേകിച്ചും വില്വമംഗലം സ്വാമിയാർക്ക് സർവാഭരണ വിഭൂഷിതയായി ദേവി ദർശനം നൽകി എന്നാണ് ഈ ദിവസം പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുംഭമാസത്തിലെ മകം നാളിൽ മകം തൊഴൽ നടത്തിപ്പോരുന്നത് എന്നാണ് വിശ്വാസം. ഏതായാലും മേൽക്കാവിലും കീഴ്ക്കാവിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തജനങ്ങളുടെ ഒഴുക്കാണ് കാണാൻ സാധിക്കുന്നത്. 2 മണിക്ക് തന്നെ നട തുറന്നു. ദേവിയെ ദർശിക്കാനുള്ള തിരക്ക് നമുക്ക് കാണാം. ഇനി ഒരിടവേള പോലുമില്ലാതെ നട ഒരു തവണ പോലും അടയ്ക്കാതെ 10:30 വരെ ഇത്തരത്തിലുള്ള ദർശനം അനുവദിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുടുംബവുമായി എത്തുന്നവർക്കും പൂരപ്പറമ്പിലൂടെയുള്ള വഴിയിലൂടെയാണ് ദർശനം അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ സ്ത്രീകൾക്ക് ഈ പടിഞ്ഞാറേ നടയിലൂടെയാണ് ദർശനം അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും നീണ്ട ക്യൂ ഇപ്പോഴും നമുക്ക് കാണാം. രാത്രി 10:30 അവസാനത്തെ ഭക്തയെ കൂടെ കടത്തിവിട്ടതിനു ശേഷം മാത്രമായിരിക്കും നട അടയ്ക്കുക എന്നാണ് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. ഇത്തവണ 1 ലക്ഷത്തോളം ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാൾക്ക് നാൾ നമുക്കറിയാം, ചോറ്റാനിക്കരയിൽ നാൾക്ക് നാൾ മകം തൊഴലിനുള്ള ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഓരോ വർഷവും വന്നു ചേരാറുള്ളത്. ഇത്തവണയും വലിയ തോതിലുള്ള ഭക്തർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിനുവേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആശുപത്രി സഹായങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വലിയ ക്രമീകരണങ്ങളോടുകൂടി ചോറ്റാനിക്കര മകം തൊഴൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ
ഭക്തരെ ദേവിയുടെ ദർശനത്തിന് വേണ്ടി കടത്തിവിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് കാണാൻ സാധിക്കുക. പ്രമുഖരോടൊപ്പം, സാധാരണക്കാരോടൊപ്പം പ്രമുഖരുടെ ഒരു നീണ്ട നിരയും ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ മകം തുഴലിന്, അതായത് 2 മണിക്ക് മകം തുഴൽ തുടങ്ങുന്നതിന് മുമ്പ് നാഗസ്വര മേളം ഉണ്ടായിരുന്നു. ആ നാഗസ്വര മേളത്തിൻ്റെ അകമ്പടിക്ക് ശേഷമാണ് ഇപ്പോൾ മകം തുഴൽ നടന്നിരിക്കുന്നത്. ഷാജി കൈലാസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ എത്തുന്നുണ്ട്. രോഗപീഠ അനുഭവിക്കുന്നവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അങ്ങനെ അത്തരത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് എത്രത്തോളം ആ വിശ്വാസം അത് ആ ഒരു നോക്ക് കണ്ട് എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളിൽ നിന്നും നിവാരണം വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങൾ എത്തുന്നത്. നമുക്ക് ഒരു മന്ത്രം മാത്രമാണ് ഇപ്പോൾ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. അമ്മേ നാരായണ, ദേവി നാരായണ എന്ന മന്ത്രം മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത്. ഏതായാലും ഇപ്പോൾ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓരോരുത്തരെയായി ഇപ്പോൾ ദേവി ദർശനം നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭവ്യ, തീർച്ചയായും സുബി, ഇത്രമാത്രം തിരക്കുള്ള സാഹചര്യത്തിൽ, ഇത്രമാത്രം ഭക്തർ ചോറ്റാനിക്കരയിലേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യത്തിൽ സുരക്ഷയും അതുപോലെ തന്നെ പ്രധാനമാണ്. പ്രത്യേകിച്ചും മോഷ്ടാക്കളടക്കം ഇത്രയും ആളുകൾ കൂടുന്നിടത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പോലീസിന്റെ ഒരു വിന്യാസം എങ്ങനെയാണ്, സുരക്ഷ എങ്ങനെയാണ് പ്രത്യേകിച്ചും നടപ്പാക്കിയിരിക്കുന്നത് ചോറ്റാനിക്കരയിൽ? ഭവ്യ, കനത്ത സുരക്ഷയിലാണ് ചോറ്റാനിക്കര ക്ഷേത്രം ഉള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതിനുവേണ്ട മകം തൊഴലിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഏതാണ്ട് 800-ലും 1000-നും ഇടയിൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട്. വഴികൾ, അതായത് ഈ ക്യൂ സംവിധാനങ്ങളെല്ലാം ബാരിക്കേഡുകൾ വെച്ച് തീർത്തിട്ടുണ്ട്. ക്യൂ സംവിധാനങ്ങൾക്കിടയിലെല്ലാം തന്നെ തണൽ പന്തലിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഭക്തർക്ക് വലിയ തോതിൽ നല്ല കനത്ത വെയിലാണ്, നല്ല കനത്ത ചൂടാണ്, കുംഭമാസത്തിലെ ചൂടാണ്. ആ ചൂടിനെ വകവെച്ചു പോലും ആളുകൾ ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും പന്തൽ ഉൾപ്പെടെ ആക്കിക്കൊണ്ടാണ് ദേവസ്വം ഭാരവാഹികൾ അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഏതായാലും വനിതാ പോലീസിന്റെ സഹായമുണ്ട്. വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണം, വെള്ളം ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഭക്തജനർ മകം തുഴൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും നീണ്ട ക്യൂ ദൃശ്യമാണ്. ഇനിയും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കൂടുതൽ ആളുകൾ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ ഭഗവതിയെ തൊഴാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭവ്യ, തീർച്ചയായും നിരവധി ഭക്തരാണ് ചോറ്റാനിക്കരയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇപ്പോൾ മകം തൊഴൽ ആരംഭിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് ഭക്തരാണ് ചോറ്റാനിക്കര മകം തൊഴലിനായി എത്തിയത്. സുബി വിശ്വനാഥൻ ന്യൂസ് ഡെസ്കിലും തുടരുന്നുണ്ട്. സുബി, ഇത്രമാത്രം തിരക്കുള്ളൊരു സാഹചര്യത്തിൽ വലിയ ഗതാഗത നിയന്ത്രണങ്ങളും ഉണ്ടാവാനുള്ളൊരു സാധ്യത കൂടുതലാണ് അല്ലേ? എങ്ങനെയാണ് പ്രത്യേകിച്ചും ചോറ്റാനിക്കരയിലെ പരിസര പ്രദേശങ്ങളിലേക്ക് ഒരു ഗതാഗത നിയന്ത്രണത്തെ ഏർപ്പെടുത്തിയത്? അതിനെക്കുറിച്ച് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടോ? ഭവ്യ, നിരവധി ആളുകൾ എത്തുന്നത് കൊണ്ട് തന്നെ ഗതാഗത നിയന്ത്രണവും ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും റൂറൽ SP-യുടെ നേതൃത്വത്തിലാണ് ഗതാഗത ക്രമീകരണങ്ങൾ ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത്. മുളന്തുരുത്തി ഭാഗത്തു നിന്നും തിരുവാങ്കുളം, കൂരിക്കാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ക്ഷേത്രത്തിന് മുൻവശത്തെ റോഡിൽ പ്രവേശിക്കാതെ ബൈപ്പാസ് വഴി പോകണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വെണ്ണിക്കുളം, മൂരിയമംഗലം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ അടിയാക്കൽ പാലത്തിലൂടെ കടന്നു പോകണം എന്നും അറിയിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിൽ ഗതാഗതം തടഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും അവിടെയെല്ലാം തന്നെ, ഈ റോഡുകളിലെല്ലാം തന്നെ ക്യൂ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ആ ഭാഗത്തൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. ബാക്കി ഭാഗങ്ങളിലെല്ലാം തന്നെ ഗതാഗതം തിരിച്ചുവിട്ടിട്ടുണ്ട്. 5 DYSP-മാരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മോഷ്ടാക്കളെയും ഗുണ്ടകളെയും നിരീക്ഷിക്കാൻ മഫ്തിയിലും പോലീസിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലും പരിസരത്തും 80ഓളം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വലിയ തിരക്കുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അക്രമ സംഭവങ്ങൾ, അതുപോലെ തന്നെ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ട് തന്നെ അതിനുവേണ്ട ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ മകം തൊഴൽ ദർശനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഭവ്യ, ശരി സോഫി, തുടരുക ദയവായി. ഇപ്പോൾ നവമി ദിനേശ് കൂടി ചോറ്റാനിക്കരയിൽ നിന്ന് തുടരുന്നുണ്ട്. നവമി,
വലിയൊരു ക്യൂ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. എന്താണ് നവമിക്ക് അനുഭവപ്പെടുന്നത്? വലിയ തിരക്കാണോ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്? എന്താണ് സാഹചര്യം അവിടുത്തെ? വലിയ തിരക്ക് തന്നെയായിരിക്കും അല്ലേ? തീർച്ചയായും ഭവ്യ, കഴിഞ്ഞ വർഷത്തതിനേക്കാളും അധികം ആളുകളാണ് ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡും വലിയ രീതിയിലുള്ള ക്രമീകരണമാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇവിടെ വരുന്ന ഭക്തർക്ക് ഒരു തടസ്സവും കൂടാതെ ദേവിയെ മനസ്സ് നിറയെ കണ്ട് ദർശിച്ച ശേഷം ആശീർവാദം നേടിയ ശേഷം ഇവിടേക്ക് പോകാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ പടിഞ്ഞാറേ നടയിൽ കൂടി അകത്തേക്ക് പ്രവേശിച്ച ശേഷം മറ്റൊരു ഭാഗത്തൂടിയായിരിക്കും ഇവരെ പുറത്തേക്ക് കടത്തിവിടുക. ഈ ബാരിക്കേഡുകൾ വച്ചിട്ടുണ്ട്. ആ ബാരിക്കേഡിനുള്ളിൽ കൂടി മാത്രമായിരിക്കും ഇവർക്ക് പ്രവേശനമുള്ളൂ. ഇന്നലെ രാവിലെ മുതൽ വരുന്നവരെ നമ്മൾ കണ്ടതാണ്. നമ്മൾ അവരുടെയൊക്കെ പ്രതികരണം തേടിയതാണ്. ഇന്നലെയൊക്കെ വളരെ വർഷങ്ങളായി ഇതിനു മുൻപ് 2017 മുതൽ വരുന്നവരുണ്ട്. എല്ലാ മകം തൊഴലും ദേവിയെ കണ്ട് ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിച്ച ശേഷം മാത്രം പോകുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും വരുന്നവരുണ്ട്. ഇന്നലെ മുതൽ തന്നെ പലരും ദേവിയെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഇത്രയും വെയില് ചൂടൊക്കെ അവർ അതിനെയൊക്കെ മറന്ന് ദേവി എന്നുള്ളൊരു നാമജപം മാത്രം ഉച്ചരിച്ചുകൊണ്ട് ഇവിടേക്ക് വരുന്നവരുണ്ട്. അങ്ങനെ എല്ലായിടത്തും, അതായത് ഈ അമ്പലത്തിന്റെ തന്നെ 4 ഗേറ്റിലും ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അവരെ എല്ലാം ഓരോ രീതിയിൽ ഓരോ ഭാഗത്തുകൂടി മാത്രമേ, ഓരോ ഗേറ്റ് വഴി മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കുള്ളൂ. കാരണം അത്രയേറെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. യാതൊരു തടസ്സവും കൂടാതെ ഇവർക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഒരുക്കി കഴിഞ്ഞു. 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുമുണ്ട്. അവരുടെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം ഈ ഭക്തർക്കുണ്ടാകും. അവരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമായിരിക്കും ഉള്ളിലേക്ക് ഉള്ള പ്രവേശനം. 2 മണിക്ക്, കൃത്യം 2 മണിക്ക് തന്നെ മകം തൊഴൽ ആരംഭിച്ചു. ഇത് സാധാരണ 10:30 വരെ, 10:30 വരെയാണ് ഈ മകം തൊഴൽ നീണ്ടു നിൽക്കുന്നത്. പക്ഷേ ഇത്തവണ കുറച്ചധികം ആളുകൾ എത്തി എന്നുള്ളൊരു വിലയിരുത്തലിൽ 11:30 വരെ ആയിരിക്കും ഭക്തർക്ക് പ്രവേശനം ഉണ്ടാവുക. അതും തന്നെ എങ്കിൽ പോലും, അതായത് വരുന്നവരെ ആരെ വിഷമിപ്പിക്കാതെ ദേവിയെ കാണാൻ അത്രയേറെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തുന്നവർക്ക് ദേവിയെ കാണാനുള്ള സൗകര്യം, എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ദേവസ്വം ബോർഡ് ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അടക്കം. അപ്പോൾ ഇന്നലെ മുതൽ ക്യൂവിൽ ഇടം പിടിച്ച ഒരുപാട് സ്ത്രീകളും അമ്മമാരുമുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏത് തരത്തിലാണ് ഒരുക്കിയത്? പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ഏത് തരത്തിലായിരുന്നു? ഭവ്യ, അതായത് ഈ ക്യൂവിൽ, അതായത് ദേവിയെ കാണുന്നതിന് മുൻപായി ഒരുക്കിയിരിക്കുന്ന ക്യൂവിലായിരുന്നു മിക്കവരും ഉണ്ടായിരുന്നത്. അവിടെ തന്നെ കിടന്നുറങ്ങിയവരെയും നമ്മൾ പരിചയപ്പെട്ടു. അവർക്ക് ഈ ദേവസ്വം ബോർഡ് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് ആവശ്യമായ വെള്ളം, ലഘുഭക്ഷണം, ഉച്ചഭക്ഷണം ഇതെല്ലാം ദേവസ്വം ബോർഡ് തന്നെ കരുതിയിട്ടുണ്ട്. ഇവർക്ക് കൃത്യമായി തന്നെ അത് കൊടുക്കുകയും ചെയ്തു. യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതെ സുഗമമായി അവർക്ക് ക്ഷേത്ര ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർക്കായി ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം അടക്കമാണ് ഇവർക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. പ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴൽ ആരംഭിച്ചിരിക്കുകയാണ്. രാത്രി 10:30 വരെ മകം തൊഴൽ നീളും. തിരുവനന്തപുരം വർക്കലയിൽ മദ്യലഹരിയിൽ സുഹൃത്തിനെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി. വർക്കല കണ്ണമ്പ ചാലവിള സ്വദേശി നാരായണനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു സംഭവം. സുഹൃത്തും അയൽവാസിയുമായ അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. 25,000 രൂപ വിലയുള്ള മൊബൈൽ ഫോൺ കാണാനില്ലെന്ന് പറഞ്ഞ് നാരായണന്റെ വീട്ടിലെത്തിയ അരുൺ വാക്കുതർക്കത്തെ തുടർന്നാണ് കൊല നടത്തിയത്. ഈ വീട്ടിൽ പതിവായി പൂജയും മദ്യപാനവും മറ്റും നടക്കാറുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നുമുണ്ട്. എന്നും 6-6:30 മണിയാകുമ്പോൾ പോവും. 9 മണി, 10 മണി, 11 മണി കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വരുന്നത്. ഞാൻ കിടക്കുന്നത് ഇവിടെയാണ്. 11 മണിയാകുമ്പോൾ വരും. അവൻ്റെ മൊബൈലാണ്ട് 25,000 രൂപ മൊബൈൽ കണ്ടില്ല എന്നും പറഞ്ഞും കൊണ്ടാണ് ആ പാവത്തിന് അങ്ങേര് മേടിച്ച് കൊടുക്കണമെന്ന്. താഴേണ്ട ഏതാ സുജി എന്ന് പറഞ്ഞ് കൊച്ചെടുത്തോണ്ട് പോയെന്നും പറഞ്ഞിട്ട് ആ മൊബൈലാണ് ഇങ്ങനെ പോയി മേടിച്ച് കൊടുക്കുന്ന ഒരു കുറവനായ ഒന്നത് വേറെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ കുറവനായ അവൻ എങ്ങനെ പോയി മേടിച്ച് കൊടുക്കാനൊന്നും നോക്കൂല. അതിനെ കയറി ആ പിറക്കകത്ത് കയറി അതിൻ്റെ പിടികൂടി വേറെ എന്തെങ്കിലും കുത്തായെടുത്ത് വയ്ക്കണം. ആ കുത്താണ് ഞാൻ കൈ കൊണ്ടത്. പിന്നെ ഒന്ന് ആ പടപ്പല മൊത്തം വലിച്ചളകി കളഞ്ഞു. അതെല്ലാം വലിച്ചളകി കളഞ്ഞിട്ടാണ് ആ എടുത്തങ്ങ് താഴെ ഇട്ട കിളവീനെ എടുത്തിട്ട് അവരെയും കൊണ്ട് ആശുപത്രിയിൽ പോയി. അവൻ എന്നവിടെ വരുന്നതല്ല, 3 മാസത്തിനും വേണ്ട ഒരു വഴക്കമായിരുന്നു അവർ തമ്മിൽ. അതുകൊണ്ട് അവിടെ കയറൂല. ആ കയറാൻ ഇരുന്നിട്ടാണ് ഇന്നലെ ആ വേല ചെയ്തത്. പാവം കിട്ടൂലേ.
ഇന്നലെ 9:30 മണിയോടുകൂടിയാണ് അവിടെ ഒരു കൊലപാതകം ഉണ്ടായതായിട്ട് നാട്ടുകാരുടെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതെന്ന് പറയുന്നത് ആ വീട്ടിൽ നിരന്തരമായിട്ട് ഒരു മദ്യപാന സഭ കൂടാറുണ്ടായിരുന്നു. ഈ വീടിനോട് ചേർന്നിട്ട് ഒരു ഷെഡിനകത്ത് എവിടെ നിന്നൊക്കെയുള്ള ആൾക്കാർ വരികയും അവിടെ ഈ പട്ടും മദ്യവും അങ്ങനെയുള്ള ചന്ദനത്തിരി അങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ടുവച്ച് പൂജിക്കുകയും ചെയ്ത ഒരവസ്ഥയാണ്. അതിനുശേഷം ഈ മദ്യം ഇദ്ദേഹത്തിൻ്റെ ഈ കൊലപാതകം ചെയ്തു എന്ന് പറയപ്പെടുന്ന ഈ സുഹൃത്തും എല്ലാവരും കൂടി ഇരുന്ന് നിരന്തരമായിട്ട് കള്ളു കുടിക്കുന്ന ഒരവസ്ഥയാണ് ആ വീട്ടിനകത്തുണ്ടായിരുന്നത്. ഇത് നാട്ടുകാർ പറഞ്ഞ് പല അവസരത്തിലും ഞാൻ ഇദ്ദേഹത്തിന് പറഞ്ഞ് വിലക്കിയിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം അത് കേൾക്കാൻ കൂടാക്കാതെയും സഭ്യമല്ലാത്ത ഭാഷയിലൂടെയാണ് പല പ്രാവശ്യവും സംസാരിക്കുകയുണ്ടായിട്ടുള്ളത്. ഇദ്ദേഹത്തിനെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നുവെങ്കിലും ഈ ഒരു ഞെട്ടിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ടാണ് ആ വാർഡിൽ നടക്കുന്നത്. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഡാൻ, യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഭവം? ഒരു മനുഷ്യജീവന് കേവലം ഒരു മൊബൈൽ ഫോണിന്റെ വില മാത്രമേ ഉള്ളൂ എന്നാണോ ഇതൊക്കെ സൂചിപ്പിക്കുന്നത്? മദ്യലഹരിയിലുണ്ടായ അഴിഞ്ഞേട്ടത്തിന്റെ ഇരയായി ഒരു 55-കാരന്റെ ജീവൻ മാറി എന്ന് തന്നെ പറയേണ്ടി വരും ഭവ്യ. കാരണം വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വർക്കല ചാലുവളിയിൽ നിന്ന് ഇന്നലെ രാത്രി കേൾക്കാനിടയായിരിക്കുന്നത്. 55 വയസ്സുകാരനായ നാരായണനെയാണ് സുഹൃത്തും അയൽവാസിയുമായ അരുൺ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. അതായത് ഈ വീട്ടിൽ പൂജകളും മറ്റും നടന്നിരുന്നു. അതോടൊപ്പം ഈ നാരായണന്റെ സുഹൃത്തുക്കൾ സാധാരണയായി ഈ വീട്ടിലേക്ക് മദ്യപിക്കാനും മറ്റുമായി എത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്നാണ് അയൽവാസികളടക്കം പറയുന്നത്. അത്തരത്തിൽ ഇന്നലെ രാത്രിയോടെ അരുൺ ഈ വീട്ടിലേക്ക് എത്തുകയും തന്റെ 25,000 രൂപ വിലപിടിപ്പുള്ള മൊബൈൽ ഫോൺ കാണാനില്ല എന്ന പരാതി അത് നാരായണനോട് പറയുകയും നാരായണൻ ആ മൊബൈൽ ഫോൺ വാങ്ങി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ താനത് എടുത്തിട്ടില്ല, ആ ഫോൺ തന്റെ കൈവശമില്ല, മറ്റാരെങ്കിലും ആയിരിക്കാം എടുത്തത്, അവരോട് ചോദിക്കുമെന്ന് നാരായണൻ പറയുന്നതിനിടയിൽ ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. കയ്യേറ്റം ചെയ്യുന്നതിനിടയിൽ പൂജാ സാധനങ്ങൾ, ഈ നാരായണന്റെ വീട്ടിലുണ്ടായിരുന്ന പൂജാ സാധനങ്ങൾ അത് തട്ടിത്തെറിപ്പിക്കുന്ന നിലയിലേക്ക് അരുൺ മാറി. തുടർന്നാണ് ഈ അരുണെ വിലക്കാൻ ശ്രമിച്ചു. പൂജാ സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തു മാറ്റരുത് എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് വിലക്കാൻ ശ്രമിച്ചു. അതിൽ പ്രകോപിതനായ അരുൺ നാരായണനെ വീടിന് സമീപത്തുള്ള കനാലിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. ആ കനാലിൽ വീണ നാരായണനെ കനാലിൽ ചാടി വീണ്ടും ക്രൂരമായി മർദ്ദിച്ചു. അങ്ങനെ മരണം ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അരുൺ അവിടെ നിന്ന് പിൻവാങ്ങിയത്. ഉടൻ തന്നെ നാട്ടുകാരെത്തി വർക്കല പോലീസിനെ വിവരം അറിയിച്ചു. പിന്നീട് അരുണിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഈ നാട്ടുകാരുടെ ഭാഗത്തു നടക്കം നേരത്തെയും സമാനമായ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ മദ്യപാനം നടക്കുന്നു, ആളുകൾ വന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ അപ്പോഴൊന്നും അതിൽ നടപടിയെടുക്കാൻ ഈ ഒരു സംഭവത്തിൽ ഒരു തരത്തിലുള്ള നടപടിയെടുക്കാനും കുടുംബക്കാർ തയ്യാറായില്ല. സമാനമായ സാഹചര്യം തുടർന്നു പോവുകയുമായിരുന്നു. അതിനിടയിലാണ് ഈ 55-കാരന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഈ സംഭവങ്ങൾ വഴിവെച്ചിരിക്കുന്നത്. എന്തായാലും സമാനമായ തരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഈ മദ്യലഹരിയിലുണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ നമ്മൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഈ നാരായണൻ എന്ന 55 വയസ്സുകാരന് സുഹൃത്തും അതായത് ഈ മദ്യപിച്ച് നടത്തുന്ന അഴിഞ്ഞാട്ടത്തിന്റെയും ആക്രമണങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പട്ടികയിലേക്ക് പുതിയൊരു വാർത്ത കൂടി അല്ലെ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ തിരുവനന്തപുരം ജില്ലയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ ഒരുപാട് വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഒടുവിലത്തേതായി മാറുകയാണ് നാരായണൻ എന്ന ഈ 55 വയസ്സുകാരന്റെ ക്രൂരമായ കൊലപാതകം. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ആദ്യം ഈ വീട്ടിലിട്ട് ക്രൂരമായി ഇരു കൈകളും വലിച്ച് ബലമായി പുറകോട്ട് തിരിക്കുകയും അങ്ങനെ വീടിനകത്തിട്ട് മർദ്ദിക്കുകയും ചെയ്തു. ആ മർദ്ദനത്തിന് ശേഷമാണ് നാരായണന്റെ തന്നെ വീടിന് പുറത്തുള്ള കനാലിലേക്ക് വലിച്ചെറിഞ്ഞത്. കനാലിൽ തലയിടിച്ച് വീണ നാരായണനെ ഈ കനാലിലേക്ക് എടുത്തു ചാടി അരുൺ വീണ്ടും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആ മർദ്ദനത്തിനൊടുവിലാണ് നാരായണന് ജീവൻ നഷ്ടമായത്. അത്തരത്തിലെ ദാരുണമായ ഒരു സംഭവമാണ് ഈ മദ്യലഹരി. വീട്ടിൽ നാരായണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് വീടിനെ കുറിച്ച് പ്രത്യേകിച്ചും പരിസരവാസികൾ പറയുന്നുണ്ട്. വീട്ടിൽ പൂജയും മദ്യപാനവും നടക്കുന്നു. എന്തുതരം പൂജകളാണ്? അത്തരത്തിൽ പോലീസിന്റെ ഒരു അന്വേഷണം ആ തരത്തിലേക്ക് പോകുന്നുണ്ടോ? എന്താണ് പറയുന്നത്? സമീപവാസികൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ഡാൻ, പ്രത്യേകിച്ച് ഈ അയൽവാസികളുടെയൊക്കെ ഭാഗത്ത് നിന്ന് നേരത്തെ ഈ വീടുമായി ബന്ധപ്പെട്ട് അവിടെ മദ്യപാനം നടക്കാറുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുകയും അത് ഈ കുടുംബാംഗങ്ങളെ തന്നെ, അതായത് നാരായണനെ തന്നെ അറിയിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരോട് ഒരു അത്രയ്ക്ക് സഭ്യമായ രീതിയിലായിരുന്നില്ല അവരുടെ പ്രതികരണമെന്നും നാട്ടുകാർ പറയുന്നു. എന്തായാലും
വലിയ തരത്തിലുള്ള ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ഉയർന്നിരുന്നെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാനോ അത് വിലക്കാനോ ഒന്നും കുടുംബാംഗങ്ങളും തയ്യാറായിരുന്നില്ല. ആ കുടുംബ പശ്ചാത്തലമോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അരുണിന് മറ്റെന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, നേരത്തെ ഇത്തരം സംഭവങ്ങൾ എന്തെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിലെ പുറത്തുവരികയുള്ളൂ. നിലവിൽ അന്വേഷണം വർക്കല പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭവ്യ, ഈ പ്രതിക്ക് കൊല്ലപ്പെട്ടയാളുമായി എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ തീർത്തും മദ്യത്തിന്റെ ലഹരിയിൽ മാത്രം നടന്നൊരു കൊലപാതകമായിട്ട് തന്നെയാണോ പോലീസ് ഇതിനെ ചിത്രീകരിക്കുന്നത്? പോലീസ് പറയുന്നത് എന്താണ് കൃത്യമായി കൊലപാതകവുമായി ബന്ധപ്പെട്ട്? ഞാൻ അത് തന്നെയാണ് ഭവ്യ സൂചിപ്പിച്ചത്. അത്തരത്തിലുള്ള കൂടുതൽ മറ്റു തരത്തിലുള്ള വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഈ മൊബൈൽ ഫോൺ കാണാതായതുമായി ബന്ധപ്പെട്ട് അരുണിന്റെ 25,000 രൂപ വില വരുന്ന മൊബൈൽ ഫോൺ കാണാതെ വന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മൊബൈൽ ഫോൺ വാങ്ങി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാരായണന്റെ വീട്ടിലെത്തുകയും നാരായണനുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയുമായിരുന്നു. അദ്ദേഹമല്ല ആ ഫോൺ എടുത്തതെന്നും അത് മറ്റാരെങ്കിലും കൊണ്ടുപോയതായിരിക്കാമെന്നും പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും അതൊന്നും വകവെക്കാതെ ക്രൂരമായി മർദ്ദിച്ച് അരുൺ നാരായണനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസും എഫ്ഐആറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഭവ്യ, ശരി, ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദാംശങ്ങൾ പോലീസ് കൃത്യമായി പറയേണ്ടതുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ CPM ലോക്കൽ സെക്രട്ടറി സത്യനാഥിന്റെ കൊലപാതകത്തിൽ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ്. പ്രതി അഭിലാഷനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം പ്രതി ഗൾഫിൽ നിന്ന് വാങ്ങിയതാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അനീഷ, കഴിഞ്ഞ ദിവസം നമ്മൾ ഏറെ നടുക്കിയൊരു കൊലപാതകത്തിന്റെ വാർത്തയായിരുന്നു. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, നിലവിൽ ഈ പ്രതി ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നൽകിയ മൊഴി അനുസരിച്ച് തനിക്ക് ഈ സത്യനാഥനോട് വ്യക്തി വൈരാഗ്യമുണ്ടായിരുന്നു. ഈ വ്യക്തി വിരോധമാണ് ഈ ഇത്തരമൊരു കൊലപാതകത്തിൽ കലാശമെന്നാണ് വ്യക്തമാക്കിയത്. കാരണം പാർട്ടിയിലെ സജീവ പ്രവർത്തകനായിരുന്ന തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. തുടർന്ന് നഗരസഭാ ചെയർപേഴ്സന്റെ ഡ്രൈവറായി ജോലി നോക്കിയിരുന്നു. ആ ജോലി നഷ്ടമായി. പിന്നീട് പാലിയേറ്റീവ് കെയറിലെ ആംബുലൻസ് ഡ്രൈവറായി ജോലി നോക്കിയിരുന്നു. ആ സ്ഥാനത്ത് നിന്നും മാറ്റി. ഇതിനുശേഷം തനിക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ തന്നെ ഒരുപറ്റം ആളുകൾ മർദ്ദിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായപ്പോഴും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു വിധത്തിലുമുള്ള സംരക്ഷണം ലഭിച്ചില്ല. പ്രത്യേകിച്ചും ഇത്തരം ഒരു സുരക്ഷ നൽകാതിരുന്നത് സത്യനാഥനായിരുന്നു. താൻ തികച്ചും അരക്ഷിതനായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇത്തരത്തിൽ ആളുകളുമായി വളരെ അടുത്തിടപഴകിയിരുന്ന, പാർട്ടിയുമായി വളരെ ചേർന്നു പോയിരുന്ന തന്നെ ആ പാർട്ടിയിൽ നിന്ന് മാറ്റിയതോടുകൂടിയാണ് തന്റെ ജീവിതത്തിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാവാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഇത്തരം തിരിച്ചടികൾ ഉണ്ടായ സാഹചര്യത്തിലും പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഒരു അനുകൂല നിലപാട് ഉണ്ടാവുകയും ചെയ്തില്ല. ഇതിൽ നിലപാടെടുത്തത് സത്യനാഥനാണ്. അതിനാലാണ് സത്യനാഥനോട് തനിക്ക് പകയുണ്ടാവുകയും ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് കുത്തിക്കൊല്ലുകയും ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 3 മുറിവുകൾ, കഴുത്തിനേറ്റ 3 മുറിവുകൾ അങ്ങേയറ്റം മാരകമായിരുന്നു. അതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാകുന്നത്. 6 മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു. കഴുത്തിലേറ്റ മുറിവാണ് ഇതിൽ ഏറ്റവും മാരകമായി മാറിയത്. ഗൾഫിലായിരുന്നു ഏതാണ്ട് 6 മാസത്തോളം ഈ അഭിലാഷ് ജോലി നോക്കിയിരുന്നത്. ആ സമയത്ത് ഗൾഫിൽ നിന്ന് വാങ്ങിയ കത്തി ഉപയോഗിച്ചാണ് കൊല നടത്തുകയും ചെയ്തത്. ഇന്നലെ പോലീസ് നടത്തിയ പരിശോധനയിൽ ക്ഷേത്രത്തിനടുത്തുള്ള പറമ്പിൽ നിന്നും ഈ കത്തി കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പോലീസ് പൂർണ്ണമായും അഭിലാഷ് പറയുന്ന വാക്കുകൾ മുഖവിലേക്കെടുത്ത് മാത്രമല്ല മുന്നോട്ട് പോകുന്നത്. കാരണം അങ്ങേയറ്റം ദുരൂഹമായ സാഹചര്യത്തിലാണ് ഈ കൊല നടത്തിയിരിക്കുന്നത് എന്ന് കണ്ടെത്തി. കാരണം ഈ അഭിലാഷിന്റെയും സത്യനാഥിന്റെയും വീടുകൾ തമ്മിൽ ഏതാണ്ട് 100 മീറ്ററിൽ താഴെ ദൂരം മാത്രമാണ് ഉള്ളത്. ഈ മനസ്സിലൊരു പകയുണ്ട്, അല്ലെങ്കിൽ പ്രതികാരം തീർക്കണമെന്ന് ആലോചിച്ചാൽ ഒരു പക്ഷേ വീടിന് സമീപത്തോടെ രാത്രിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനുകൂല സാഹചര്യം കിട്ടിയാൽ അത് അഭിലാഷ് മുതലെടുക്കുമെന്ന് വരാം. പക്ഷേ നിരവധി ആളുകൾ, 100 കണക്കിന് ആളുകൾ ഒരു ഗാനമേളയിൽ പങ്കെടുക്കുമ്പോൾ, അവിടെ വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ അതിന്റെ മറുവശത്ത് വലിയൊരു ജനക്കൂട്ടത്തിനോട് തൊട്ടു ചേർന്ന് തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തുന്ന ഇടമായി അഭിലാഷ് തെരഞ്ഞെടുത്തു. ഒരു ക്ഷേത്രത്തിനോട് വളരെ ചേർന്നാണ് ഈ കുത്തുകൊണ്ടുകിടന്ന സ്ഥലവുമുള്ളത്. അതുകൊണ്ട് എന്താണ് ഇത്തരമൊരു സ്ഥലം തെരഞ്ഞെടുക്കാൻ കാരണം? മറ്റാരുടെയെങ്കിലും സഹായം ഇക്കാര്യം
ഇക്കാര്യത്തിൽ അഭിലാഷിന് കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. നിലവിൽ താൻ തനിച്ചാണ് ഇത്തരമൊരു കുറ്റകൃത്യം നടത്തിയതെന്നാണ് അഭിലാഷ് വ്യക്തമാക്കുന്നത്. മറ്റു എന്തെങ്കിലും ഇടപെടലുകൾ ഇതിലുണ്ടോ? ഈ നേരത്തെ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിച്ച അഭിലാഷിനെ ഈ മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളെ തുടർന്നാണ് പാർട്ടിയിൽ നിന്നും ഈ പാർട്ടി ഏൽപ്പിച്ച ചില സ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഈ സത്യനാഥ് മാറ്റിയത്. അത്തരത്തിൽ മാറ്റിയപ്പോൾ ഈ മയക്കുമരുന്ന് മാഫിയകളുമായൊക്കെയുള്ള ഇടപെടലുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ചും ഈ കൊയിലാണ്ടി ഈ ഗോപിനാഥിന്റെ സ്ഥലം ഇരിക്കുന്ന ഇടത്തെയൊക്കെ ലഹരി ഈ മാഫിയകളുടെ ഇടപെടലുകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ആൾ കൂടിയാണ്. അതുകൊണ്ട് ഇത്തരം ലഹരി മാഫിയയുടെ ഇടപെടലുകൾ ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ, മറ്റേതെങ്കിലും സംഘടനകളുമായോ ആശയപ്പൊരുത്തമുള്ള മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ ഇക്കാര്യത്തിൽ അഭിലാഷ് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ്. അഭിലാഷിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളും മൊബൈൽ ഫോണുകളും ഒക്കെ പോലീസ് പരിശോധിച്ച് വരികയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നവരും. എന്തായാലും നേരത്തെ പാർട്ടിയും ഇക്കാര്യത്തിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളെ തുടർന്നുള്ള മരണം അല്ലെങ്കിൽ വ്യക്തിപരമായ കൊലപാതകം എന്ന രീതിയിൽ തന്നെയാണ് CPM ജില്ലാ ഭരണകൂടവും ജില്ലാ ഘടകവും വിലയിരുത്തിയത്. ഇതിനപ്പുറം മറ്റു ഘടകങ്ങൾ ഈ കൊലപാതകത്തിൽ ഉണ്ടോ എന്ന കാര്യമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ഇന്നലെ സത്യനാഥിന്റെ സംസ്കാരം വൈകുന്നേരത്തോടുകൂടി കഴിഞ്ഞത്. ഈ സംസ്കാര ചടങ്ങുകൾക്കൊക്കെ ശേഷമാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. ഇന്ന് കസ്റ്റഡിക്കുള്ള അപേക്ഷ നൽകുകയും ചെയ്തിരിക്കുന്നു. 5 ദിവസമാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കസ്റ്റഡിയിൽ ലഭിക്കുമ്പോൾ ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള ഈ കൂടുതൽ കൊലപാതകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംശയങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം എന്നാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് ഘടകങ്ങൾ എന്തെങ്കിലും ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ? അതാണ് അനീഷ, ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പുറമെ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ, മറ്റെന്തെങ്കിലും കാരണം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നതിലേക്ക് ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ പോലീസ് പറയുന്നത് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന്റെ വൈരാഗ്യം കൊണ്ട് മാത്രം ആണ് ഈ ഒരു കൊലപാതകം നടന്നത് എന്ന് തന്നെയാണോ? തീർച്ചയായും ഈ ഘട്ടത്തിൽ അഭിലാഷിന്റെ മൊഴി അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് പൂർണ്ണമായും പോലീസ് വിശ്വസിക്കുന്നില്ല. കാരണം നമുക്കറിയാം പല പ്രത്യയശാസ്ത്രങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. രാഷ്ട്രീയ പാർട്ടികളിൽ പലയിടങ്ങളിലായി പ്രവർത്തിക്കുന്നവരുണ്ട്. ഒന്നെങ്കിൽ ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ ആ പാർട്ടിയിലേക്ക് തന്നെ നല്ല പ്രവർത്തനം നടത്തി തിരിച്ചു കയറുന്നതിനുള്ള ശ്രമമാണ് ഉണ്ടാകുക. പ്രത്യേകിച്ചും CPM പോലൊരു പാർട്ടിയിലൊക്കെ കേഡർ സ്വഭാവം കൃത്യമായി ഉള്ളതാണ്. ഈ പാർട്ടി ഘടകങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നിരന്തരം ഇടപെടുകയും ഒക്കെ ചെയ്താൽ കൃത്യമായ നടപടികൾ എടുക്കുന്ന ശൈലി പലയിടങ്ങളിലുണ്ട്. പ്രത്യേകിച്ചും ഈ കൊയിലാണ്ടി സെൻട്രൽ ലോക്കപ്പ് കമ്മിറ്റിക്ക് കീഴിലും അല്ലെങ്കിൽ സത്യനാഥൻ പ്രവർത്തിച്ചിരുന്ന ബ്രാഞ്ച് ഘടകത്തിലുമൊക്കെ വളരെ കൃത്യമായ അച്ചടക്ക സംവിധാനങ്ങളോടുകൂടിയാണ് ഈ പാർട്ടി ഘടകം പോരുന്നതെന്നാണ് നമുക്ക് ഇന്നലെ പ്രാദേശിക തലത്തിൽ അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഈ അഭിലാഷിന്റെ ഈ മദ്യപാനമടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് യോജിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ താൻ ഇങ്ങനെയൊരു കൊലപാതകത്തിന് തീരുമാനമെടുത്തു എന്ന് പറയുമ്പോൾ മറ്റൊരിടത്തും കാര്യമായി കേൾവിയുള്ളതല്ല. കാരണം ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കാരണത്താൽ ആ ഘടകത്തിന്റെ ആളെ അല്ലെങ്കിൽ ആ ഘടകത്തിന്റെ നേതാവിനെ കൊലപ്പെടുത്തുക എന്നത് പതിവായി ഉള്ളതല്ല. ഒന്നെങ്കിൽ അവർ മറ്റു പാർട്ടിയിലേക്ക് പ്രവർത്തനത്തിന് പോകും, അല്ലെങ്കിൽ മറ്റു പ്രസ്ഥാനങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കും, അല്ലെങ്കിൽ മികച്ച പ്രവർത്തനം നടത്തി പാർട്ടിയിലേക്ക് തിരിച്ചു കയറുന്നതിനുള്ള ശ്രമം നടത്തും. പക്ഷേ ഇതിലൊന്നും പോകാതെ ഈ തനിക്കെതിരെ നടപടിയെടുത്ത ആളെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് എന്തുകൊണ്ട് അഭിലാഷ് എത്തിച്ചേർന്നു, അതിന്റെ പിന്നിലുള്ള ചേതോ വികാരം തന്നെയാണ് പോലീസ് പരിശോധിക്കുന്നത്. ആ ഒരു ബിന്ദുവിലേക്ക് എത്തുമ്പോഴാണ് ഈ ലഹരി മാഫിയക്കെതിരെയുള്ള നിലപാടുകൾ ഈ മരണത്തിന് കാരണമായോ അല്ലെങ്കിൽ ഈ അഭിലാഷും സത്യനാഥും തമ്മിലുള്ള വിരോധം മുതലെടുക്കാനായി ഈ മറ്റ് ആളുകൾ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഇക്കാര്യത്തിൽ നടത്തിയോ എന്തടക്കമുള്ള സംശയങ്ങൾ പോലീസിനുണ്ടായിരിക്കുന്നത്. എന്തായാലും അക്കാര്യങ്ങളടക്കം വളരെ വിശദമായി തന്നെ കേസിൽ പരിശോധിക്കും. ഈ പേരാമ്പ്ര, വടകര DYSPമാരടങ്ങുന്ന അന്വേഷണ സംഘമാണുള്ളത്. റൂറൽ പോലീസ് മേധാവി ഈ അന്വേഷണം വിലയിരുത്തുന്ന സാഹചര്യമുണ്ട്. SHO ഈ കൊയിലാണ്ടി SHOയ്ക്കാണ് ഈ CIക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതലയുള്ളത്. കാരണം അത്ര വളരെ വിശാലമായൊരു സംഘത്തെയും ഇക്കാര്യത്തിൽ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും അവരൊക്കെ കൂടി ഈ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം കൃത്യമായി കണ്ടെത്താനുള്ള ഒരു ഊർജിതമായ പരിശോധന നടത്തുന്നു. കാരണം CPMന്റെ ലോക്കൽ സെക്രട്ടറി എന്നതും ഒപ്പം ജനകീയമായി വലിയ അടിത്തറയുള്ള നേതാവായിരുന്നു. ഈ പാർട്ടി ഭേദമന്യേ, ഈ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആ ഇടങ്ങളിൽ വലിയ സ്വീകാര്യനായിരുന്ന ഒരു ആൾ കൂടിയായിരുന്നു സത്യനാഥൻ. എന്തായാലും അക്കാര്യങ്ങളൊക്കെ കൂടി പരിഗണിച്ചാവും ഒരു പഴുതടച്ച അന്വേഷണം ഉണ്ടാവുക എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അനീഷ്, ഈ കൊലക്ക് ഉപയോഗിച്ച ആയുധം പ്രതി ഗൾഫിൽ നിന്ന് വാങ്ങിയതാണെന്ന് പോലീസ് കണ്ടെത്തിയത്. ഇതൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ഒരു കരുതി കൂട്ടിയുള്ള കൊലപാതകമായിരുന്നു എന്നതിലേക്ക് തന്നെയാണോ? അങ്ങനെ തന്നെയാണോ പോലീസ് നിരീക്ഷിക്കുന്നത്?
തീർച്ചയായും അത്തരത്തിലൊരു വിലയിരുത്തലാണ് പോലീസിനുള്ളത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ എന്തായുധം ഉപയോഗിച്ചാണ് ഈ കൊല നടത്തിയത് എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. ആദ്യം വെട്ടുകൊണ്ട രീതിയിലുള്ള പാടുകൾ അത് മഴവിന് വെട്ടിയതാണ് എന്നൊരു വിലയിരുത്തലുണ്ടായി. എന്നാൽ പിന്നീട് കുറച്ചുകൂടി പരിശോധനകൾ നടത്തിയപ്പോൾ ഈ സർജിക്കൽ ബ്ലേഡ് പോലുള്ള എന്തെങ്കിലും സാമഗ്രികളാണോ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്നൊരു സംശയമാണ്. കാരണം അത്രയധികം മൂർച്ചയേറിയ ആയുധമാണ്. വളരെ പെട്ടെന്ന് തന്നെ കഴുത്തിൽ വെട്ടിയപ്പോൾ മാരകമായി മുറിവേൽക്കാൻ പര്യാപ്തമായ വിധത്തിലുള്ള മുറിവുകൾ തീർക്കാൻ കഴിഞ്ഞ ആയുധമായിരുന്നു. അതുകൊണ്ട് സർജിക്കൽ ബ്ലേഡ് പോലുള്ള അത്ര മൂർച്ചയുള്ള ഒരു ആയുധമാണോ എന്ന സംശയം ഉയർന്നിരുന്നു. പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലും ചോദ്യം ചെയ്യലുമാണ് കറുത്ത പിടിയുള്ള വലിയ മൂർച്ചയുള്ള ഒരു കത്തിയാണ് ഈ കൃത്യത്തിന് ഉപയോഗിച്ചതെന്ന് പ്രതി സമ്മതിച്ചത്. ഗൾഫിൽ ജോലിയിൽ ഇരുന്നപ്പോൾ അവിടെ നിന്നും വാങ്ങിയ കത്തിയായിരുന്നു. അത് പിന്നീട് നാട്ടിലേക്ക് കൊണ്ടുവേണ്ടി വരികയായിരുന്നു. അപ്പോൾ പോലീസിനുള്ള സംശയം ഇത് തന്നെയാണ്. വളരെ നാളുകളായി തന്നെ മനസ്സിൽ തീരുമാനിച്ചുറച്ച് ആലോചിച്ചുറച്ച ഒരു നടപടിയാണ്. അത്തരമൊരു പ്രതികാരമാണോ വീട്ടിയിരുന്നതെന്നാണ് ഇപ്പോൾ പോലീസിന് സംശയം വരുന്നത്. എന്തായാലും കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ കൃത്യം ചെയ്തതെന്ന് പോലീസിന് ഉറപ്പായി കഴിഞ്ഞിരുന്നു. ഒപ്പം ഈ താരതമ്യേന ആരോഗ്യമുള്ള ആളാണ് ഈ മരിച്ച സത്യനാഥൻ. പക്ഷേ അഭിലാഷ് അദ്ദേഹവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര അധികം ആരോഗ്യമില്ല. വയസ്സിന്റെ കാര്യത്തിലും വലിയ വ്യത്യാസമുണ്ട്. 33-കാരനും 62-കാരും തമ്മിലുള്ളൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കൃത്യമായ ആസൂത്രണം നടത്തിയെങ്കിൽ ഈ പരിമിതികളെ എല്ലാം മറികടക്കാൻ അഭിലാഷിന് കടന്നുവെന്നാണ് കരുതുന്നത്. കൃത്യമായ ആസൂത്രണത്തിലൂടെ തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന കാര്യം പോലീസിന് വ്യക്തമായ പശ്ചാത്തലത്തിൽ ഈ ആസൂത്രണത്തിൽ ഈ പ്രതിക്ക് മാത്രമാണോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതിലേക്കും അന്വേഷണം കടക്കുന്നുണ്ടോ? തീർച്ചയായും അത് തന്നെയാണ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം, അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാന ഘട്ടം അത് തന്നെയാണ്. കാരണം ഈ പ്രതി കസ്റ്റഡിയിൽ ആകുന്നു, നേരിട്ട് ഈ മരണം കഴിഞ്ഞ് അല്ലെങ്കിൽ കൊലപാതകം കഴിഞ്ഞ് നേരിട്ട് രക്ഷപ്പെടാൻ പോലും ശ്രമിക്കാതെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നു. ഒപ്പം വഴിയിൽ വെച്ച് നാട്ടുകാരായ ചിലരോട് താൻ സത്യേട്ടനെ തീർത്തു എന്നൊക്കെ പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തത്. അത് എന്തുകൊണ്ടാണ് എന്ന് പോലീസ് പരിശോധിക്കുന്നു. കാരണം ഒരു കുറ്റകൃത്യം നടത്തിയ ശേഷം രക്ഷപ്പെടാനുള്ള പഴുതുകൾ തേടാതെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നത് മറ്റെന്തെങ്കിലും പ്രേരണകളിലാണോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് അന്വേഷണം പോകാതിരിക്കുന്നതിനാണോ എന്ന സംശയമൊക്കെ പോലീസിലുണ്ട്. ഒപ്പം ഈ ചില രാഷ്ട്രീയമായ ആരോപണങ്ങൾ ചില കോണുകളിൽ നിന്നും ഈ കൊലപാതകം ഉണ്ടായതിന്റെ തൊട്ടു പിന്നാലെ ഉയർന്നിരുന്നു. എന്നാൽ പിന്നീട് ഈ വ്യക്തിവിരോധം മൂലമാണ് ഈ കൊലപാതകമെന്ന വിലയിരുത്തൽ വന്നതിനെ തുടർന്ന് പലരും അവരുടെ പോസ്റ്റുകൾ എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇതേ തുടർന്ന് BJP ജില്ലാ ഘടകം ഇന്നലെ കമ്മീഷണർക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കെതിരെ അനാവശ്യമായ പരാമർശങ്ങൾ ഉയർത്തിയിരിക്കുന്നു. അത് ഈ സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള പരാതികൾ നൽകുന്ന ഒരു ഘട്ടവും എത്തിയിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായും ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുക എന്നത് അങ്ങേയറ്റം അനിവാര്യമാണ്. ഈ ആരെങ്കിലും കൊലയിലേക്ക് ഇദ്ദേഹത്തെ തള്ളിവിട്ട ഒരു സാഹചര്യമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തികൾ ഈ സത്യനാഥന്റെ മരണം ആഗ്രഹിച്ചിരുന്ന ആളുകളുണ്ടോ? അത്തരം ആളുകൾ ഈ ഇരുവരും തമ്മിലുള്ള ഭിന്നത, ഇരുവരും തമ്മിലുള്ള അഭിപ്രായപരമായ വ്യത്യാസം മുതലെടുത്താണോ എന്ന സംശയമുണ്ട്. അക്കാര്യത്തിലും വളരെ വിശദമായ പരിശോധന തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിയമ്മ സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടുക്കി നെടുങ്കണ്ടം സന്യാസിയോടയിൽ യുവാവ് നായയെ പാറയിൽ അടിച്ചു കൊന്നു. ബന്ധുവീട്ടിൽ കെട്ടിയിരുന്ന നായ കുരച്ചു ചാടിയതിന്റെ പ്രകോപനത്തിലാണ് ക്രൂരകൃത്യം. പ്രതി രാജേഷിനെതിരെ കമ്പംപെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സഹോദരി രജനിയുടെ വീട്ടിലെത്തിയ രാജേഷ് സഹോദരിയുടെ മരുമകളുമായി വാക്കുതർക്കം ഉണ്ടായിരുന്നു. തുടർന്ന് ഇരുവരെയും പ്രായമായ സ്ത്രീയെയും മർദ്ദിച്ചു. ഇതിനിടെ നായ കുരച്ചതിനെ തുടർന്നാണ് അതിനെ കൊന്നതെന്ന് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. വ്യാഴാഴ്ച ഒരു 3:50 എൻ്റെ മകൾ എന്നെ വിളിക്കുക, എൻ്റെ മരുമോൾ എന്നെ വിളിക്കുകയാണ്, അമ്മയെ എത്രയും പെട്ടെന്ന് ഓടി വരണം, ഇവിടെ ആ പുള്ളിക്കാരൻ വന്ന് ഭയങ്കര ബഹളം അമ്മേ, നമ്മുടെ പട്ടീനെ എടുത്ത് കല്ലിനിട്ട് അടിച്ചു അമ്മേ, കല്ലിനിട്ട് അടിച്ച് ഇവിടെ കിടക്കുക അമ്മേ, പിന്നെ വാക്കത്തിയായിട്ട് ഇവിടെ കിടന്ന് വെല്ലുമ്മച്ചിയുടെ നേരെ വീശുക, വെല്ലുമ്മച്ചീനെ ഉന്തിത്തള്ളി ഇവിടെ ഇട്ടമ്മേ, അതുപോലെ അന്നേരം എൻ്റെ വെല്ലുമ്മച്ചീനെ ഉപദ്രവിക്കല്ലെന്നും പറഞ്ഞ് എൻ്റെ മകൾ ഓടി ഇറങ്ങി ചെന്നപ്പോഴത്തേന് അവളെയും തള്ളി, അവളും കുഞ്ഞുമായിട്ടും താഴെ വീണു. അപ്പം ഓടിക്കയറി ഇവള് വന്ന് മേളിൽ പറമ്പിൽ പണിയാൻ പോയ കൊച്ചിനെ വിളിച്ചു. അമ്മല അപ്പോഴാണ് ഓടി ഇറങ്ങി ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടെ ഭയങ്കര വിഷയമല്ല, ഇവൻ വാക്കത്തിയായിട്ട് ഇങ്ങനെ ഓങ്ങി നിൽപ്പുണ്ട്. എല്ലാവരും ഞാൻ താഴെ തൊട്ട് വിളി തുടങ്ങി, മക്കളെ ഒന്നും ചെയ്യല്ലേ, ആരെയും ഒന്നും ചെയ്യല്ലേ, എന്നും ഈ വെട്ടും കുത്തും ആയതുകൊണ്ട് സമാധാനത്തോടെയല്ല ഞാൻ പണിക്ക് പോകുന്നത്. ഓരോ ദിവസവും ഞാൻ പണിക്ക് പോകുമ്പോൾ എനിക്ക് അവിടെ നിന്ന് പണിയാൻ പോലും പറ്റാത്ത അവസ്ഥകളായിരുന്നു. ഇവൻ എപ്പോഴാണ് വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങൾക്കൊരു ഭയമായിരുന്നുള്ളൂ, ഭയം.
അപ്പോൾ അമ്മയ്ക്കും അതുപോലെ തന്നെ എന്നും വയ്യാത്തൊരു അമ്മയ്ക്ക് എന്നും ഇവനെ കാരണം ഇവനെന്ന് എപ്പോഴാണ് വരുന്ന മക്കളെ എന്ന് നമുക്കറിയത്തില്ല, അതുകൊണ്ട് സൂക്ഷിക്കണം നിങ്ങൾ എന്ന് പറഞ്ഞു. തെറി എന്ന് പറഞ്ഞാൽ എന്നാ സാറിനോട് ഒന്നും പറയാൻ ഞങ്ങൾക്ക് പറ്റാത്ത തെറിയാണ് വിളിക്കുന്നത്. ഈ അയൽവക്കംകാരോട് ചോദിച്ചാൽ മതി, അതുപോലെ അവർ പറയാം, അവർ കേട്ടതാ. അങ്ങനെ ബഹളം ഉണ്ടായി ഞങ്ങളെ കൊല്ലും, ഇരയ്ക്ക് പെട്രോൾ ഒഴിക്കും, ഈ കുഞ്ഞുങ്ങളെ ഞാൻ തകർക്കും, ആരുമില്ലെങ്കിൽ ആരുമില്ലാത്ത സ്ഥലത്ത് പോയി ഇവന്മാരെ ഞാൻ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഞങ്ങളെ ഭീഷണി എന്ന് പറഞ്ഞാൽ നീ എൻ്റെ അമ്മയല്ല, നീ ദുഷ്ടയാ എന്നൊക്കെയാണ് പറയുന്നത്. പ്രിൻസ് ജെയിംസ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. പ്രിൻസ്, ഒരു ജീവനോട് തന്നെയാണ് ഈ ഒരു ക്രൂരത കാണിച്ചത്. എന്താണ് ഈ യഥാർത്ഥത്തിൽ ഈ സംഭവം? തീർച്ചയായും അതിനിഷ്ഠൂരമായ ഒരു കൃത്യമായിരുന്നു സന്യാസിയോട് ചേച്ചി രാജേഷ് വളർത്തുമായോട് കാട്ടിയത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത്. ഈ രാജേഷും സഹോദരി രജനിയും തമ്മിൽ ഭൂമി സംബന്ധമായ തർക്കം നിലവിലുണ്ട്. രാജേഷിന്റെ മാതാവ് സുഭാഷിണി ഇവരുടെ ഭൂമി ഇരുവർക്കുമായി വീതിച്ചു നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ സഹോദരിയുടെ വീതം തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇയാൾ സ്ഥിരമായി ബഹളം വയ്ക്കാറുണ്ടെന്നും ഒക്കെയാണ് ഇവർ ആരോപിക്കുന്നത്. ഇയാളുടെ അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതായും ഇവർ ആരോപിക്കുന്നുണ്ട്. ഇതേ തുടർന്നാണ് പല ദിവസങ്ങളിലും ഇത്തരത്തിൽ വീട്ടിലെത്തി ആക്രമണം നടത്തുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇതേപോലെ ഇതിന് സമാനമായ രീതിയിലാണ് കഴിഞ്ഞ ദിവസം സംഭവം ഉണ്ടായത്. ഇത്തരത്തിൽ രാജേഷ് ഇവരുടെ വീട്ടിലേക്ക് എത്തുകയും ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന രജനിയുടെ മരുമകളുമായി വാക്കുതർക്കം ഉണ്ടാക്കുകയും ഒപ്പം പ്രായമായ വയോധികയായ അമ്മയെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഒപ്പം ഈ രജനിയുടെ മരുമകളെ മർദ്ദിക്കാൻ ശ്രമിച്ചു. ഇത് കണ്ടുകൊണ്ടാണ് വളർത്തുനായ കുരച്ച് ചാടിയത്. ചങ്ങലയിൽ പൂട്ടിയിട്ടിരിക്കുന്ന നായയായിരുന്നു. ഈ സമയത്ത് പ്രകോപിതനായ രാജേഷ് നായയെ ചങ്ങലയിൽ നിന്ന് അഴിച്ചിരിക്കുകയും തുടർന്ന് സമീപത്ത് പാറയിൽ അടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. എന്തായാലും സംഭവത്തിൽ കമ്പമട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിലവിൽ ഇതിനു മുൻപും ഈ സമാനമായ പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ വല്ലതുമുണ്ടോ? അത്തരത്തിലുള്ള അറിവുകൾ നമുക്ക് നൽകിയിട്ടില്ല. പക്ഷേ സ്ഥിരം മദ്യപിച്ച് ഈ വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കുന്ന വ്യക്തിയാണ് പ്രതി എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും പോലീസും അത്തരത്തിലുള്ള വിശദീകരണമാണ് നൽകുന്നത്. പലതവണ ഇത്തരത്തിൽ വീട്ടിൽ അതിക്രമിച്ച് കയറിയും ആക്രമണം നടത്തുന്ന സാഹചര്യമൊക്കെ മുൻപും ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് അംഗങ്ങളൊക്കെ അടക്കം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇയാൾക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. വലിയ തോതിൽ ബഹളം വയ്ക്കുകയും ഇവരെ മദ്യപിച്ച് ഇവരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.